വേണ്ടി വന്നാൽ അടിവസ്ത്രവും അടിപ്പാത്രവും ഞങ്ങൾ പരതുമെന്നാണ് വടകര പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഒരു കുറ്റം ചെയ്യാത്ത സിദ്ദിഖിന്റെ വീട്ടിൽ ഇന്നലെ ഉണ്ടായ പോലീസ് തരനായാട്ട് അതീവ ഗുരുതരമാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇന്നലെ അവിടെ അതായത് റെയ്ഡ് ചെയ്യുന്നതിനൊക്കെ ഒരു മാന്യതയുണ്ട്, അതിനൊരു പരമ്പരാഗത രീതിയുണ്ട്, നിയമപരമായ വ്യവസ്ഥയുണ്ട്, ഉപയോഗിക്കേണ്ട ഭാഷയിൽ നിന്ന് കൃത്യമായ നിയന്ത്രണമുണ്ട്. എല്ലാ മര്യാദകളും ലംഘിച്ച് റെയ്ഡ് നടത്തി ഈ അശ്ലീല പദം ഉപയോഗിച്ച് അവരെ പീഡിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി ആവശ്യപ്പെടുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധപ്പെടുന്നുണ്ടാവും. തിരുവള്ളൂരിൽ നടക്കുന്ന ഒരു അതിക്രമം, തിരുവള്ളൂരിൽ യൂസഫ് എന്നുള്ള UDF-കാരന് ആക്രമിക്കപ്പെടുകയാണ്. ആക്രമിക്കുന്ന CPM-കാരാണ്. അവനെ വടിവാൾ കൊണ്ട് വെട്ടി, കൈക്കും കാലിനും വെട്ടി, പട്ടിയെ കൊണ്ടടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് അവന്റെ കയ്യിലുള്ള ഫോണും 5 പവൻ സ്വർണവും മോഷ്ടിച്ചു കൊണ്ടുപോയി. അതിന്റെ പേരിൽ ഒരാളെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്തു. അതിന് കൗണ്ടറായി ശ്രീജിത്ത് എന്നുള്ളൊരു CPM-കാരൻ അഡ്മിറ്റായി 2 ആളെ പേരിൽ കേസെടുക്കുകയാണ്. ഒരു സിദ്ദിഖ്, ഒരു ആഷിഖ്. ഈ ആഷിഖ് ഇപ്പോഴും അന്നും ചെന്നൈയിലാണ്, ഇപ്പോഴും ചെന്നൈയിലാണ്. സിദ്ദിഖിന്റെ ഭാര്യ പ്രസവിച്ച് 20 ദിവസമായിട്ടുള്ളൂ. സിദ്ദിഖ് ഇതിൽ കുറ്റക്കാരനല്ല. ആ സിദ്ദിഖിന്റെ വീട്ടിൽ ഇന്നലെ നടന്നത് വടകര പോലീസിന്റെ നരനായാട്ടാണ്. അവിടെ 20 ദിവസം പ്രായമുള്ള ആ കുട്ടിയെയും അമ്മയും ഉൾപ്പെട്ട വീട്ടിൽ പോലീസ് കയറി നടത്തത് മൃഗീയമായ നായാട്ടാണ്. അവിടെ വീടിന്റെ ഷെൽഫുകൾ തുറക്കുന്നു, പാത്രങ്ങൾ എടുത്തെറിയുന്നു. പ്രതിഷേധിക്കാൻ വന്നവരുടെ ഉപയോഗിച്ച വാക്ക് വേണ്ടി വന്നാൽ അടിവസ്ത്രവും അടിപ്പാത്രവും ഞങ്ങൾ പരതുമെന്നാണ് വടകര പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഒരു കുറ്റം ചെയ്യാത്ത സിദ്ദിഖിന്റെ വീട്ടിൽ ഇന്നലെ ഉണ്ടായ പോലീസ് തരനായാട്ട് അതീവ ഗുരുതരമാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇന്നലെ അവിടെ അതായത് റെയ്ഡ് ചെയ്യുന്നതിനൊക്കെ ഒരു മാന്യതയുണ്ട്, അതിനൊരു പരമ്പരാഗത രീതിയുണ്ട്, നിയമപരമായ വ്യവസ്ഥയുണ്ട്, ഉപയോഗിക്കേണ്ട ഭാഷയിൽ നിന്ന് കൃത്യമായ നിയന്ത്രണമുണ്ട്. എല്ലാ മര്യാദകളും ലംഘിച്ച് റെയ്ഡ് നടത്തി ഈ അശ്ലീല പദം ഉപയോഗിച്ച് അവരെ പീഡിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി ആവശ്യപ്പെടുന്നു കോൺഗ്രസ്. അതായത് അതാണ് പറഞ്ഞത്. ആദ്യം യൂസഫിനെ ആക്രമിച്ച നടപടിയിൽ ഒരാളെ പേരിൽ അറസ്റ്റ് ചെയ്തു. എന്നാൽ സ്വർണവും ഫോണും മോഷ്ടിച്ചു കൊണ്ടുപോയവർക്കെതിരെയോ അതോടൊപ്പം ഉണ്ടായിരുന്ന 6 പേർക്കെതിരെയോ ഒരു നടപടിയുമില്ല, അന്വേഷണമില്ല. അവർ വീട്ടിൽ പോലീസ് പോകുന്നില്ല. എന്നാൽ സിദ്ദിഖിന്റെ വീട്ടിൽ പോയി നിങ്ങൾ അന്വേഷിക്കണം. വളരെ ഗുരുതരമായ വിഷയമാണ്. ഏറ്റവും മോശമായ പദമുപയോഗിച്ച് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഒരുപക്ഷെ കേട്ട് കേൾവി പോലുമില്ലാത്ത രീതിയിലുള്ള അതിക്രമമാണ് ഇന്നലെ സിദ്ദിഖിന്റെ വീട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ സിദ്ദിഖിന്റെ വീട്ടിൽ പ്രവേശിച്ച മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിലും നടപടി പാർട്ടി ആവശ്യപ്പെടും. നമസ്കാരം. ഇന്നലെ വടകര ഏരിയയിൽ പല കോൺഗ്രസ്സുകാരുടെയും വീട്ടിൽ പോലീസ് കടന്നു കയറുകയും വീടിന്റെ എല്ലാ മുക്കും മൂലയും റെയ്ഡ് നടത്തി പല വിലപ്പെട്ട സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുണ്ടായി. അങ്ങനെ വന്ന് പോലീസുകാർ അവിടെ ഗർഭിണിയായി പ്രസവിച്ച് കടന്നിരുന്ന ഒരു ലേഡിയോട് പറഞ്ഞത് അടിപ്പാവാടയ്ക്കുള്ളിൽ പോലും ഞങ്ങൾ പരിശോധിക്കും. ഇതിനെതിരെ ശക്തമായുള്ള ജനവികാരമാണ് വടകരയിൽ എല്ലാ സ്ഥലത്തുമുള്ളത്. അതിനെതിരെ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രവീൺ കുമാർ നടത്തിയ പത്രസമ്മേളനമാണ് തുടക്കത്തിൽ കണ്ടിട്ടുള്ളത്. അവിടെയുള്ള ജനരോഷം ഉയരുന്നതിന്റെ ഭാഗമായി അവിടുത്തെ മുസ്ലിം നേതാക്കൾ സംസാരിക്കുന്ന കാര്യം കൂടി, പത്രക്കാരോട് സംസാരിക്കുന്ന കാര്യം കൂടി നമുക്ക് കേൾക്കാം. ഒരു SI ഉണ്ട് ഇവിടെ. SI ധരിക്കുന്നത് ലോകം ഭരിക്കും അവനാ കാണിച്ചു കൊടുക്കാൻ UDF-ന്റെ പ്രവർത്തകന്മാർക്ക് അറിയാഞ്ഞിട്ടല്ല, കാണിച്ചു കൊടുക്കാന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ അവൻ പറഞ്ഞെന്താണെന്നറിയാം, അടിപ്പാവാടയും തപ്പുന്നാ പറഞ്ഞത്. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയോട് പറയാ ഞങ്ങൾ നിങ്ങളുടെ അടിപ്പാവാടയും തപ്പും എന്ന് പറയുന്ന സംസ്കാര ശൂന്യനായ ക്രിമിനലായ ഈ പോലീസുകാരനെതിരെയും ഇവിടുത്തെ വടകരയിലെ രഞ്ജിത്ത് എന്ന് പറയുന്ന SI-ക്കെതിരെയും ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരും. കുറ്റ്യാടിയിൽ വലിയൊരു അഴിഞ്ഞാട്ടം നടക്കുകയാണ്. അത് CPM-ഉം പോലീസും ഒത്തുചേർന്നുകൊണ്ടുള്ള വലിയൊരു കലാപത്തിനുള്ള ശ്രമം നടത്തുന്നു കുറ്റ്യാടിയിൽ. അതായപ്പോഴുള്ള സാഹചര്യം. കഴിഞ്ഞ 7-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ പ്രവർത്തകരെ ഫ്ലക്സ് ബോർഡ് നശിപ്പിക്കുകയും തലയടിച്ച് പൊട്ടിക്കുകയും അങ്ങനെ 308 ഇട്ടിട്ട് കേസെടുക്കുകയും ചെയ്തു പോലീസ്. കുറ്റ്യാടി ചാനിയംകടവിൽ.
അന്ന് ഞങ്ങളൊക്കെ പോലീസുമായി ബന്ധപ്പെട്ടു. ഏകപക്ഷീയമായി CPM ആണ് ഇത് ചെയ്തത് എന്ന് പോലീസിന് ബോധ്യമായി. ഞങ്ങളുടെ ഫ്ലക്സ് ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പരാതി കൊടുത്തു എന്നല്ലാതെ അതിന്റെ പേരിൽ സംഘർഷം ഉണ്ടായില്ല. അതേ അവസരത്തിൽ വീണ്ടും ഇവര് ഞങ്ങൾ ഫ്ലക്സ് വെച്ചപ്പോൾ അത് വീണ്ടും നശിപ്പിക്കുന്ന ഇത് വീണ്ടും ഫ്ലക്സ് വെക്കാൻ പോയപ്പോഴാണ് ഇവര് മാരകമായി ഇരുമ്പ് വടി ഇതൊക്കെ എടുത്ത് വന്ന് തലക്കടിച്ച് തല പൊട്ടി സ്റ്റിച്ചുണ്ടായി പരിക്ക് പറ്റി ആശുപത്രിയിൽ 2-3 ദിവസം ഈ കുട്ടികൾ കിടക്കേണ്ടി വന്നു. അന്ന് ഞങ്ങൾ പോലീസുമായി സംസാരിച്ചപ്പോൾ പോലീസ് പറഞ്ഞു കൃത്യമായി നടപടിയെടുക്കും. ഞങ്ങൾ പറഞ്ഞു ഇത് പോലീസ് സ്റ്റേഷനിൽ ഇത് ജാമ്യം കിട്ടുന്ന ഒരവസ്ഥ ഇല്ല. 307 ഉണ്ട്, ഒപ്പം റോബറി ഉണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല. പക്ഷെ സംഭവിച്ചെന്താ, പിറ്റേ ദിവസം വൈകുന്നേരം സ്റ്റേഷനിൽ ഇവരെ പ്രതികളെ വിളിച്ചു വരുത്തി സ്റ്റേഷൻ ബെയിൽ കൊടുത്ത് വിട്ടു. സ്വാഭാവികമായും അതിന്റെ ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ചെറിയ കച്ചപിച്ച അവിടെ നടന്നു. കാര്യമായ ഒരു കുഴപ്പമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന് പിന്നീട് കാണുന്ന സംഭവം എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു ക്രിമിനൽ സംഘം വന്ന് യൂസഫ് അവിടെ പയ്യോളിയിൽ ജ്വല്ലറി വ്യാപാരം നടത്തുന്ന യൂസഫിനെ ഇവര് മാരകമായി അടിച്ച് കൈയും കാലും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഫ്രാക്ചർ ഉണ്ടായി. കൈക്ക് ഫ്രാക്ചർ ഉണ്ട്, കാലിന് ഫ്രാക്ചർ ഉണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. പിന്നീട് മൈത്ര ഹോസ്പിറ്റലായിരുന്നു പിന്നെ 3-4 ദിവസമായിട്ടുള്ളത്. അവന്റെ പോക്കറ്റിൽ നിന്ന് യൂസഫ് ജ്വല്ലറി ബിസിനസ് 43 ഗ്രാം സ്വർണം അത് കൊടുക്കേണ്ട ഇവന് ഒരു ഓർഡറാണ്. അതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ട് ഇന്ന വീട്ടിലെ ഇന്ന ആൾക്ക് കൊടുക്കേണ്ടതാണ് ഈ സ്വർണം. 43 ഗ്രാം സ്വർണവും ഒപ്പം ഒരു ഐഫോണും ഈ ഇവന്റെ പോക്കറ്റിൽ നിന്ന് നേരിട്ട് എടുക്കുന്നത് യൂസഫ് കാണുകയാണ്. യൂസഫ് പറയുന്നുണ്ട് പ്രതിയോട്, യൂസഫിനെ അറിയുന്ന ആളാണ്, പേര് വിളിച്ച് പറയുന്നുണ്ട്, യൂസഫ് ഇതാ എന്റെ സ്വർണവും എന്റെ ഫോണും നിങ്ങൾ മോഷ്ടിക്കുക, നിങ്ങളാണ് എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തത്, അത് വെറുതെ നിങ്ങൾ കൊണ്ടുപോകരുത്, എനിക്ക് തിരിച്ചു തരണം, ഞാനത് കാണുന്നുണ്ട് നിങ്ങൾ കൊണ്ടുപോകരുതെന്ന് പലതവണ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലീസ് എന്താ ചെയ്യുന്നത്, പോലീസ് ഇവരെ ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അവിടെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് പോലീസ്. ഒരു പ്രസവിച്ച് 4 ദിവസം മാത്രമായ ഒരു സ്ത്രീ, ഒരു 10-23 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയും ആ വീട്ടിലാകെ 4 സ്ത്രീകളാ പറയുക, അവരുടെ ഉമ്മയും ബന്ധുക്കളുമായി 4 സ്ത്രീ, പുരുഷന്മാരില്ലാത്ത വീട്. ആ വീട്ടില് സാദിഖ് എന്ന് പറയുന്ന ഒരു പ്രതി ഉണ്ട് എന്നാ പോലീസ്, അത് CPM കൊടുത്ത പ്രതിപട്ടികയിലെ പ്രതിയാണ് സിദ്ദീഖ്. അവിടെ രാത്രി 11:30 മണി വരെ ആ വീട്ടിൽ കിടന്നുറങ്ങിയിരുന്നു. അത് ഈ സ്ത്രീ പറയുന്നുണ്ട് പോലീസിനോട്, ഇവിടെ ഞാനാണ് നിരന്തരം ഫോണ് വന്നപ്പോ ഞാൻ അദ്ദേഹത്തെ ഉറക്കത്ത് വിളിച്ചെഴുന്നേൽപ്പിച്ച് നിരന്തരമായി ഫോണ് വരുന്നു അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഇയാൾ ഈ വിവരം അറിയുന്നത്. പുറത്തു പോകുന്നതൊക്കെ 11:30 മണിക്ക് ശേഷം. ഇതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടും ആ സിദ്ദീഖിന്റെ വീട്ടിൽ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. അവിടെ കയറി 10-20ഓളം വരുന്ന ഒരു വലിയ സംഘം, പോലീസ് സംഘം അവിടെ വന്ന് കയറി 2 ദിവസമായി. മിനിയാന്ന് വന്നപ്പോൾ ഞാനിവിടെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ SP ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞു, സ്ത്രീകൾ മാത്രമുള്ള വീടാണ്, 4 ദിവസമായിട്ടേ ഉള്ളൂ, പ്രസവിച്ചിട്ട് ചെറിയ കുട്ടിയുണ്ട്, അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് നിങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ 3 തവണ പോയി. ഇന്നലെ രാത്രി 11 മണിക്ക് അവിടെ പോയി അതിഭീകരമായ അന്തരീക്ഷം പോലീസ് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, പോലീസിനോട് ബന്ധപ്പെട്ടവർ ചോദിച്ചപ്പോ ഏതാ ഒരു SI ഉണ്ട് ഇവിടെ, SI ധരിക്കുന്നത് ലോകം ഭരിക്കും അവനാ, കാണിച്ചു കൊടുക്കാൻ UDFന്റെ പ്രവർത്തകന്മാർക്ക് അറിയാഞ്ഞിട്ടല്ല, കാണിച്ചു കൊടുക്കാന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ അവൻ പറഞ്ഞെന്താണെന്നറിയാം, അടിപ്പാവാടയും തപ്പുന്നാ പറഞ്ഞത്. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയോട് പറയാ ഞങ്ങൾ നിങ്ങളുടെ അടിപ്പാവാടയും തപ്പും എന്ന് പറയുന്ന സംസ്കാര ശൂന്യനായ ക്രിമിനലായ ഈ പോലീസുകാരനെതിരെയും ഇവിടുത്തെ വടകരയിലെ രഞ്ജിത്ത് എന്ന് പറയുന്ന SIക്കെതിരെയും ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരും. UDFകാർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം, പോലീസും CPMഉം ഒത്തുചേർന്നുകൊണ്ട് നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമം. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നപ്പോൾ നിങ്ങളൊക്കെ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇവിടെ ബോംബ് കൃഷി നടക്കുന്നുണ്ട്, ഞങ്ങൾ അതിൽ ഭയപ്പെടുന്നുണ്ട്, CPM ഇതുപോലെ പല ആസൂത്രണങ്ങളും നടത്തുന്നു, ശരിയായിരുന്നില്ലേ?
തോടന്നൂരിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടായില്ലേ? അതിനുശേഷം ഞങ്ങൾ പീസ് വാക്ക് നടത്തി. പീസ് വാക്ക് നടത്തിയപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, കുറ്റ്യാടി LDFന്റെ സ്ഥാനാർത്ഥി പീസ് വാക്കിനൊരു പ്രസക്തിയുമില്ല, പ്രാധാന്യമില്ല, ആവശ്യമില്ല എന്നാ പറഞ്ഞത്. ഇപ്പൊ അതിനുശേഷം നടുപ്പോയിൽ എന്തൊക്കെ നടന്നു? ബൂത്ത് കയ്യേറുന്ന സംഭവം വരെ ഉണ്ടായി. ഈ ഇപ്പോഴും MLA ആണല്ലോ, 4-ാം തീയതി വരെ MLA. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താ? ഇപ്പോ മിനിയാന്ന് അടിച്ച് ഇങ്ങനെ കാല് പൊട്ടിക്കുകയും കൈ പൊട്ടിക്കുകയും വീട്ടിൽ കയറി പോലീസ് ഇത്രയും വലിയ ഭീകരമായ അതിക്രമം കാണിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് അഭിപ്രായമൊന്നുമില്ലേ? എന്താ MLA അല്ലേ? 4-ാം തീയതി വരെ അദ്ദേഹം ഇവിടുത്തെ MLA അല്ലേ? അദ്ദേഹം ഇതിന് മറുപടി പറയണ്ടേ? അപ്പൊ നിരന്തരമായി ഒരു നാട്ടിനെ കലാപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം, ഇത് തോൽവി ഭയന്നാണ്. തോൽവി ഭയന്നപ്പോൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ എന്തൊക്കെയാ വഴി? അത് പോലീസുമായി ഒത്താശയാണ്. പോലീസിന്റെ ഒത്താശയാണ് ഇതിൽ പൂർണ്ണമായും നടക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ജനവികാരമുണ്ട്. ഞങ്ങൾ UDF ഒരുമിച്ച് നിന്ന് ഇതിനെ നേരിടും. അതിലൊരു സംശയമൊന്നും വേണ്ട. പോലീസിന് അങ്ങനെ ഒരു ധാരണയൊന്നും വേണ്ട. ഞങ്ങളെ പേടിപ്പിച്ചാൽ, അന്യായമായി ഞങ്ങളെ ഭയപ്പെടുത്തി, പ്രതികളെ പിടിക്കുന്ന ആരാണോ കുറ്റം ചെയ്തത്, UDFന്റെ ഭാഗത്ത് നിന്ന് എന്താണോ കുറ്റം ചെയ്തിട്ടുള്ളത്, പ്രതികളെ പിടിക്കുന്നതിന് വേണ്ടെന്ന് ഞങ്ങൾ പറയൂല. പക്ഷെ നിരപരാധികളുടെ വീട്ടിൽ കയറുക, CPMന്റെ ആഫീസിൽ നിന്ന് കൊടുക്കുന്ന പ്രതിപട്ടിക അനുസരിച്ച് ആളുകളെ കൈകാര്യം ചെയ്യാം എന്നാ ധരിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾ വിടില്ല. ഒരു സംശയവും വേണ്ട. അപ്പൊ പോലീസ് ഇനിയും ഇങ്ങനെ പോയി ഇപ്പോഴും അവിടെ ഇത് നടക്കുക, റൈഡ് നടക്കുക. അതേ അവസരത്തിലോ ഈ റോബറി സ്വർണം കൊള്ളയടിച്ച കക്ഷി കൈക്കും കാലിനും വെട്ടിപ്പരിക്കേൽപ്പിച്ച ഈ കക്ഷികളെ പോലീസ് അവരുടെ വീട്ടിൽ പോകുന്നില്ല. ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നില്ല. അപ്പൊ പോലീസ് ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അപ്പൊ ഇതിനെതിരെയുള്ള വികാരം അത് ഞങ്ങളിപ്പോ ഇവിടെ SP പറഞ്ഞിട്ടുണ്ട്. പോലീസിനെതിരെ ഈ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി വേണം. അടിപ്പാവാട തപ്പുമെന്ന് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയോട് പറഞ്ഞ മൃഗതുല്യനായ അത്തരം ആളുകൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേട്ടല്ലോ, അതായത് അടിപ്പാവാട പോലും പരിശോധിക്കും എന്ന് ഒരു വീട്ടിൽ കയറി പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയോട് പറയണമെങ്കിൽ ആ പോലീസുകാരനോട് ആരോ കൊടുത്ത നിർദ്ദേശപ്രകാരമായിരിക്കില്ലേ എത്ര കാര്യങ്ങൾ ചെയ്യുക? എന്ത് വൃത്തികേടും കാണിക്കാനുള്ള ലൈസൻസ് ഒന്നും പോലീസുകാർക്കില്ല. ഈ നാട്ടിൽ നിയമവും മാനദണ്ഡങ്ങളുമുണ്ട്. ആ സുപ്രീം കോടതിയുടെ വിധികളുണ്ട്. ആ വിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് അശ്ലീലപരമായി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് വടകര ഏരിയയിൽ നടക്കുന്നത്. നന്ദി, നമസ്കാരം.